ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 3ാം ക്ലാസ് ഉലൂമുദ്ദീൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ 3ാം ക്ലാസ്സിലെ ഉലൂമുദ്ദീനിലെ 5ാമത്തെ പാഠം അദ്ദറസു ഖാമിസ് വജഅൽനാ നൗമക്കും സുബാത്ത. ഞാൻ നിങ്ങൾക്ക് ഉറക്കിനെ വിശ്രമമാക്കി എന്നർത്ഥം വരുന്ന പാഠമാണ്. അപ്പോൾ ഇതിലെന്താണ് പറയുന്നത്? ഈ പാഠത്തിലെ ഉറങ്ങാൻ പോകുമ്പോൾ പാലിക്കേണ്ട മര്യാദകളും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെയാണ് അതിൽ പറയുന്നത്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലബീബ ബ്രഷ് ചെയ്ത് ഉളൂ ചെയ്ത് വിരിപ്പ് കുടഞ്ഞ് ഭംഗിയായി വിരിച്ചു ഇഖ്ലാസ് മുഅവ്വിദത്തൈനി എന്നീ സൂറത്തുകൾ ഓതി 2 കൈകളിൽ ഊതി ശരീരം മുഴുവനും തടവി ആയത്തുൽ കുർസി, ഷഹിദല്ലാഹു, ആമനർ റസൂലു എന്നിവ പാരായണം ചെയ്തു. ബിസ്മിക്കല്ലാഹുമ്മ അഹ്യ വാമൂത്തു എന്ന് ചൊല്ലി കിബിലയിലേക്ക് തിരിഞ്ഞു. വലതുഭാഗത്തേക്ക് ചെരിഞ്ഞു. വലതു കവിളിന് താഴെ കൈവച്ചു കിടന്നു. ശേഷം ബിസ്മിക്ക റബ്ബി വലഅ്ത ജംബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സിഹി ഫർഹംഹ വ ഇൻ അർസൽതഹ ഫഹ്ഫളു ബിമാ തഹ്ഫളു ബിഹി ഇബാദക സ്വാലിഹീൻ എന്ന് ചൊല്ലി. ലബീബക്ക് ഉറക്കം വരുന്നില്ല. പല്ല് വേദനിക്കുന്നു. ഉറക്കമെന്ന അനുഗ്രഹത്തെക്കുറിച്ച് ഉസ്താദ് എടുത്ത ക്ലാസ് അവൾക്ക് ഓർമ്മ വന്നു. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഉറങ്ങാൻ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത്. എന്തൊക്കെ കാര്യങ്ങളാണ്? ബ്രഷ് ചെയ്യണം, ഉളൂ ചെയ്യണം, വിരിപ്പ് കുടഞ്ഞ് വിരിക്കണം, ഇഖ്ലാസ് മുഅവ്വിദത്തൈനി എന്നീ സൂറത്തുകൾ ഓതി 2 കൈകളിൽ ഊതി ശരീരം മുഴുവനും തടവണം, ആയത്തുൽ കുർസി ഓതണം, ഷഹിദല്ലാഹു ഓതണം, ആമനർ റസൂലി എന്നിവ പാരായണം ചെയ്യണം. പിന്നെ ദിക്ർ ചൊല്ലണം. ബിസ്മിക്കല്ലാഹുമ്മ അഹ്യ വാമൂത്തു എന്ന് ചൊല്ലണം. എന്നിട്ട് കിബിലയിലേക്ക് തിരിഞ്ഞു കിടക്കണം. പിന്നെ വലത് വശത്തിന്മേൽ ചെരിഞ്ഞു കിടക്കണം. എന്നിട്ട് വലത് കവിളിന് താഴെ കൈ വെച്ച് വേണം കിടക്കാൻ. നമ്മുടെ കൈ വലത് കവിളിന് താഴെ വെച്ച് വേണം കിടക്കാൻ. എന്നിട്ട് ശേഷം വീണ്ടും ദിക്ർ ചൊല്ലാനുണ്ട്. എന്താണ്? ബിസ്മിക റബ്ബി വലഅ്ത ജംബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹ വ ഇൻ അർസൽതഹ ഫഹ്ഫൾഹ ബിമാ തഹ്ഫളു ബിഹി ഇബാദക സ്വാലിഹീൻ. അപ്പോൾ ഏതൊക്കെ സൂറത്തുകളാണ് കിടക്കുമ്പോൾ വിരിപ്പിലേക്ക് ചായുമ്പോൾ ചൊല്ലേണ്ടത്? ഇഖ്ലാസ് മുഅവ്വിദത്തൈനി എന്നീ സൂറത്തുകൾ. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ കുൽ ഹുവല്ലാഹു അഹദ്. മുഅവ്വിദത്തൈനി എന്ന് പറഞ്ഞാൽ കുൽ അഊദു ബിറബ്ബിൻ നാസും കുൽ അഊദു ബിറബ്ബിൽ ഫലക്കും. ആ 2 സൂറത്തുകൾ ചേർന്നാണ് മുഅവ്വിദത്തൈനി എന്ന് പറയുന്നത്. മനസ്സിലാക്കുക. എന്നീ സൂറത്തുകൾ ഓതി 2 കൈകളിലും ഓതി ശരീരം മുഴുവനും തടവണം. പിന്നെ ആയത്തുൽ കുർസി, അതൊരായത്താണ്. ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ആയത്താണ് ആയത്തുൽ കുർസി. അതുപോലെ ഒരായത്താണ് ഷഹിദല്ലാഹു. ഇത് ആലി ഇമ്രാൻ എന്ന് പറഞ്ഞൊരു സൂറത്തിലെ ആയത്താണ്. ആമനർ റസൂല്, ഇതും ഒരായത്താണ്. ആയത്തുൽ കുർസിയും ആമനർ റസൂലും അൽ ബഖറ സൂറത്തിലെ ആയത്തുകളാണ്. അപ്പോൾ അത് രണ്ടും, അപ്പോൾ ഈ ആയത്തുകളും പാരായണം ചെയ്യണം. എന്നിട്ട് ബിസ്മിക്കല്ലാഹുമ്മ അഹ്യ വ അമൂത്തു എന്ന് ദിക്ർ ചൊല്ലണം. അപ്പോൾ കിടക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ ഏതെന്നുണ്ട്. അപ്പോൾ ബിസ്മിക്കല്ലാഹുമ്മ അഹ്യ വ അമൂത്തു കിടന്നതിന് ശേഷം ചൊല്ലേണ്ട ദിക്റാണ് ഇവിടെ പറയുന്നത്. ബിസ്മിക റബ്ബി വലഅ്ത ജംബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹ വ ഇൻ അർസൽതഹ ഫഹ്ഫളുഹ ബിമാ തഹ്ഫളു ബിഹി ഇബാദിക സ്വാലിഹീൻ. ഇത് കിടന്നതിന് ശേഷം. ഉറങ്ങുമ്പോൾ കൈ എവിടെ വെച്ച് കിടക്കണം? ചോദ്യം വരാറുണ്ട്. എവിടെയാണ്? വലത് കവിളിന് താഴെയാണ് കൈ വെച്ച് കിടക്കേണ്ടത്. ഏത് വശത്തിൻ്റെ മേലാണ്, ഏത് ഭാഗത്താണ് ചെരിഞ്ഞു കിടക്കേണ്ടത്? വലതു ഭാഗത്തേക്കാണ്. കിബിലയിലേക്ക് തിരിഞ്ഞ് വലതു ഭാഗത്തേക്കാണ് ചെരിഞ്ഞു കിടക്കേണ്ടത്. അപ്പോൾ ഒക്കെ ഈ ഭാഗത്തുനിന്ന് മനസ്സിലാക്കണം. ഇന്ന് ലബീബക്ക് ഉസ്താദ് ക്ലാസ്സിൽ ഉറക്കത്തെക്കുറിച്ചുള്ളൊരു ക്ലാസ് ആയിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ അതിൽ ഉസ്താദ് പറഞ്ഞ കാര്യങ്ങൾ അവൾ ഓർക്കുകയാണ്. എന്താണ്? ഉറക്കം അല്ലാഹു തആലയുടെ വലിയ അനുഗ്രഹമാണ്. ആരോഗ്യകരമായ ഉറക്കം ഉന്മേഷവും ഉണർവും പ്രദാനം ചെയ്യുന്നു. അതൊക്കെ അണ്ടർലൈൻ ചെയ്ത് വെക്കണേ. ആരോഗ്യകരമായ ഉറക്കം എന്താണ്? ഉറക്കം
ഉന്മേഷവും ഉണർവും പ്രദാനം ചെയ്യുന്നുണ്ട്. ആരോഗ്യകരമായ ഉറക്കം കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഉറക്കം ഉന്മേഷവും ഉണർവും പ്രദാനം ചെയ്യും, മനസ്സിലാക്കുക. പിന്നെ നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കുന്ന പതിവുള്ളവരായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കുന്ന പതിവുള്ളവരായിരുന്നു. ഇശാഇന് മുമ്പ് ഉറങ്ങുന്നതും ഇശാഇന് ശേഷം അനാവശ്യ സംസാരങ്ങളിൽ മുഴുകുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെറുത്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെറുത്ത കാര്യം എന്താണ്? ഇശാഇന് മുമ്പ് ഉറങ്ങരുത്, ഇശാഇന് ശേഷം അനാവശ്യ സംസാരങ്ങളിൽ ഏർപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെറുത്തിരുന്നു. അതുപോലെ തന്നെ എന്താണ്? മൊബൈൽ ഫോണ്, TV, അനാവശ്യ സംസാരം പോലുള്ള വിനോദങ്ങളിൽ മുഴുകി ഉറക്കമിളക്കരുത്. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ മൊബൈലിലോ TV-യിലോ പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് അനാവശ്യ സംസാരങ്ങളൊക്കെ നടത്തി വെറുതെ ഉറക്കമിളക്കരുത്. അത് ആരോഗ്യത്തെയും ബുദ്ധിയെയും മോശമായി ബാധിക്കും, മാത്രമല്ല കറാഹത്തുമാണ്. ഇശായിന് ശേഷം അനാവശ്യ സംസാരങ്ങളിലൊക്കെ മുഴുകുന്നതിൻ്റെ വിധി എന്താന്ന് ചോദ്യം വരും. എന്താണ്? കറാഹത്താണ്, മനസ്സിലാക്കുക. ഉമ്മ പല്ല് വേദനിക്കുന്നു, അവൾ പറഞ്ഞു. ഉമ്മ അല്പം സംസം ജലം നൽകി, വേദന ശമിച്ചു. അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദ മാ അമാതന വഇലൈഹിൻ നുശൂർ. ഉമ്മ ദിക്റ് ചൊല്ലുന്നത് കേട്ട് ലബീബ ഉണർന്നു, ലബീബയും ദിക്റ് ചൊല്ലി. ഉമ്മയും ലബീബയും തഹജ്ജുദ് നിസ്കരിച്ചു, സുബ്ഹ് വരെ ഖുർആൻ ഓതി. അപ്പോൾ ഉറക്കിൽ നിന്ന് ഉണരുമ്പോൾ ചൊല്ലേണ്ട ദിക്റാണ് ഇവിടെ പറയുന്നത്. അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദ മാ അമാതന വഇലൈഹിൻ നുശൂർ. അപ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്റും ഉറക്കിൽ നിന്ന് ഉണരുമ്പോൾ ചൊല്ലേണ്ട ദിക്റും രണ്ടും നന്നായി മനസ്സിലാക്കി പഠിക്കുക. വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരാം, അത് ഇതുപോലെ തന്നെ എഴുതാനും വരാം. എന്താണ് ഉണരുമ്പോൾ ചൊല്ലേണ്ടത് എന്നൊക്കെ ദിക്റ്. അപ്പോൾ അത് ഒന്ന് നമുക്ക് എഴുതാൻ കഴിയുന്ന രീതിയിൽ നന്നായി മനസ്സിലാക്കി പഠിക്കുക. ലാ തനം ഇല്ലാ ബിൽഹുരിം വദക്കിരീൻ. ലാ തനം ഇല്ലാ ബിൽഹുരിം വദക്കിരീൻ. ശുദ്ധിയും ദിക്റുമില്ലാതെ നീ ഉറങ്ങരുത്. ശുദ്ധിയും ദിക്റുമില്ലാതെ നീ ഉറങ്ങരുത്. ലാ തനം ഇല്ലാ ബിൽഹുരിം വദക്കിരീൻ. സാരം എഴുതുക എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ ഇത് എഴുതണം, ശുദ്ധിയും ദിക്റുമില്ലാതെ നീ ഉറങ്ങരുത്. അപ്പോൾ ഇതിൽ താഴെ നിങ്ങൾക്ക് കുറച്ച് വേർഡ്സുകളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കാം. ഇവിടെ പറയുന്നുണ്ട് എന്താണ്? ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഇഖ്ലാസ്. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറഞ്ഞ സൂറത്തിനാണ് സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുന്നത്, മനസ്സിലാക്കുക. പിന്നെ മുഅവ്വിദത്തൈനി സൂറത്തുൽ ഫലക്ക്, സൂറത്തുൻ നാസ്. സംസം എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? ഇസ്മായിൽ നബി അലൈഹി സ്വലാം കാലിട്ടടിച്ച സ്ഥലത്ത് നിന്ന് ഉറവ് പൊട്ടിയ പുണ്യജലമാണ് സംസം, മനസ്സിലാക്കുക. പിന്നെ തഹജ്ജുദ്, ഉമ്മയും ലബീബയും തഹജ്ജുദ് നിസ്കരിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തഹജ്ജുദിൻ്റെ സമയം എപ്പോഴാണെന്നാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇശാഇനു ശേഷം ഉറങ്ങി എഴുന്നേറ്റ് സുബ്ഹിന് മുമ്പ് നിസ്കരിക്കുന്ന മഹത്തായ സുന്നത്ത് നിസ്കാരമാണ്. ഇശാഇനു ശേഷം ഉറങ്ങി എഴുന്നേൽക്കുക, എന്നിട്ട് സുബ്ഹിന് മുമ്പായിട്ട് നിസ്കരിക്കുന്ന ഒരു മഹത്തായ സുന്നത്ത് നിസ്കാരമാണ് തഹജ്ജുദ്, മനസ്സിലാക്കുക. ആയത്തുൽ കുർസി ഖുർആനിലെ ഏറ്റവും മഹത്തായ ആയത്ത് സൂറത്തുൽ ബഖറയിലെ 255 ആയത്താണ്, മനസ്സിലാക്കുക. അതുപോലെ നഫം മയന നമ്മൾ പാടത്ത് പറഞ്ഞ ദിക്റുകളുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥങ്ങളാണ് ഇവിടെ പറയുന്നത്. അൽഹംദുലില്ലാ, സർവസ്തുതികളും അല്ലാഹു തആലക്കാണ്. ബിസ്മികല്ലാഹുമ്മ അഹ്യാ വഅമൂതു. അല്ലാഹുവേ, നിന്റെ നാമങ്ങൾ സ്മരിച്ച് ഞാൻ ജീവിക്കുകയും മരിക്കുകയും ചെയ്തു. അതായത് ഉണരുകയും ഉറങ്ങുകയും ചെയ്യുന്നു എന്നാണ് അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്. പിന്നെന്താണ്? അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദ മാ അമാതന വഇലൈഹിൻ നുശൂർ. മരിപ്പിച്ചതിനു ശേഷം നമ്മെ ജീവിപ്പിച്ച, അതായത് ഉറങ്ങിയതിനു ശേഷം ഉണർത്തിയ അള്ളാഹുവിനാണ് സർവസ്തുതിയും, അവനിലേക്കാണ് മടക്കം, മനസ്സിലാക്കുക. വജാൽന നൗമക്കും സുബാത്ത. നിങ്ങളുടെ ഉറക്കിനെ നാം വിശ്രമമാക്കി. നിങ്ങളുടെ ഉറക്കിനെ ഞാൻ വിശ്രമമാക്കി. അപ്പോൾ അതൊക്കെ നന്നായി വായിച്ച് മനസ്സിലാക്കി പഠിക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ തദ്രിബാത്ത് നോക്കാം. അപ്പോൾ പാഠത്തിൽ എന്താണ് ആദ്യമായി എന്താ വരുന്നത്? വർക്കിൽ എന്താ വരുന്നത്? നെസിൽ യോജിച്ച് ചേർത്ത് കൊടുക്കാനാണ്. ഇഖ്ലാസ്. ഇഖ്ലാസ് എന്തായിരുന്നോ? സൂറത്തുൽ കുൽ ഹുവല്ലാഹ്, സൂറത്ത് കുൽ ഹുവല്ലാഹു അഹദ്, അതാണ് ഇഖ്ലാസ്. അപ്പം അതിൻ്റെ ബി നമുക്ക് അവിടെ എഴുതി കൊടുക്കാം. മുഅവ്വിദത്തൈനി എന്താണ്? സൂറത്തുൽ ഫലക്ക് വന്നാസ്, ഫലക്ക് വന്നാസ്. അപ്പം അതിൻ്റെ ഈ നമുക്കവിടെ എഴുതി കൊടുക്കാം. ഈ
ഫലക്ക് വന്നാസ്. ആയത്തുൽ കുർസി ഖുർആനിലെ മഹത്തായ ആയത്ത്, അൽ-ബഖറയിലെ 255. അപ്പം അതിൻ്റെ ഡി എഴുതാം. ബിസ്മിക്കല്ലാഹുമ്മ അഹ്യാ വഅമൂതു, ഉറങ്ങുമ്പോൾ ചൊല്ലുന്ന ദിക്ർ എ. ഉറങ്ങുമ്പോൾ ചൊല്ലുന്ന ദിക്ർ എ. അൽഹംദുലില്ലാഹില്ലദി അഹ്യാന, എന്താണ്? ഉണരുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ, ഉണരുമ്പോൾ ചൊല്ലുന്ന ദിക്ർ. അപ്പോൾ അതിൻ്റെ സി നമുക്കവിടെ എഴുതി കൊടുക്കാം. അങ്ങനെ അത് പൂർത്തിയാക്കാം. അടുത്ത നുജിബ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. എന്താണ് ഒന്നാമത്തെ ചോദ്യം? എന്താ? ലബീബയുടെ പല്ല് വേദന മാറിയത് എങ്ങനെ? എങ്ങനെയാണ് ലബീബയുടെ പല്ല് വേദന മാറിയത്? ഉമ്മ അല്പം സംസം ജലം നൽകി വേദന ശമിച്ചു. ലബീബക്ക് ഉമ്മ അല്പം സംസം ജലം നൽകി, അങ്ങനെയാണ് വേദന ശമിച്ചത്. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അത് എഴുതാം. അടുത്തത് ഉറങ്ങുന്നതിന് മുമ്പ് എന്തെല്ലാം ചെയ്യണം? ഉറങ്ങുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം? അപ്പോൾ അത് ഈ ഭാഗത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ മുഴുവനായിട്ട് എഴുതണം. ചുരുക്കി നമുക്കവിടെ എഴുതാൻ കഴിയുന്ന രീതിയിൽ എഴുതാം. എന്താണ്? ബ്രഷ് ചെയ്യണം, ഉളൂ ചെയ്യണം, വിരിപ്പ് കുടഞ്ഞ് ഭംഗിയായി വിരിക്കുക, ഇഹ്ലാസ്, മുഅവ്വിദത്തൈനി എന്നീ സൂറത്തുകൾ ഓതി 2 കൈകളിൽ ഊതി ശരീരം മുഴുവനും തടവുക, ആയത്തുൽ കുർസി, ഷഹിദല്ലാഹു, ആമന റസൂലി എന്നിവ പാരായണം ചെയ്ത് ബിസ്മിക്കല്ലാഹുമ്മ അഹ്യാ വഅമൂതു എന്ന് ചൊല്ലി കിബിലയിലേക്ക് തിരിഞ്ഞ് വലതു ഭാഗത്ത് ചെരിഞ്ഞ് വലതു കവിളിന് താഴെ കൈവച്ച് കിടന്ന ശേഷം ബിസ്മിക്ക റബ്ബി വലത്ത് ജംബി അബിക്ക അർഫാഹു ഇന്നംസഖ് എന്ന ഈ ദിക്ർ ചൊല്ലി വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞ് വലത് കവിളിന് താഴെ കൈവച്ച് കിടന്നു. ഇത്രയും വരെ നമുക്കവിടെ എഴുതി പൂർത്തിയാക്കി കൊടുക്കാം. അടുത്ത ചോദ്യം എന്താ വന്നത്? കിടക്കുന്നതിന് മുമ്പ് വിരിപ്പ് തട്ടിക്കുടയുന്നത് എന്തിനാണ്? നമ്മൾ കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ വിരിപ്പ് എന്തിനാണ് തട്ടിക്കുടയുന്നത്? അത് പാഠത്തിൽ നമ്മൾ പറഞ്ഞിട്ടില്ല, പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇവിടെ എഴുതണം. എന്തിനാണ്? വിരിപ്പിൽ നമുക്ക് ഉപദ്രവമാകുന്ന എന്തെങ്കിലും വിഷജീവികളോ ഉറുമ്പോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനാണ് വിരിപ്പ് തട്ടിക്കുടയുന്നത്. മനസ്സിലാക്കുക. അപ്പോൾ അത് എഴുതുക, മനസ്സിലാക്കിയിട്ട് എഴുതുക. വിരിപ്പിലെ ഉപദ്രവ ജീവികളെയും നമുക്കുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനും. നമ്മളെ എറുമ്പുണ്ടെങ്കിൽ നമ്മൾ കടിക്കും. അപ്പോൾ നമുക്ക് ഉറക്കത്തിന് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് എഴുതുക. അടുത്തത് എന്താ ചോദ്യം വന്നത്? ഉറങ്ങുന്നവൻ എങ്ങനെയാണ് കിടക്കേണ്ടത്? ഉറങ്ങുന്നവൻ എങ്ങനെയാണ് കിടക്കേണ്ടത്? കിബിലയിലേക്ക് ചെരിഞ്ഞ്, ഇവിടുന്ന് എഴുതുക. കിബിലയിലേക്ക് തിരിഞ്ഞ് വലതുഭാഗത്തേക്ക് ചെരിഞ്ഞ് വലത് കവിളിന് താഴെ കൈ വെച്ചാണ് കിടക്കേണ്ടത്. ഉറങ്ങുന്നവൻ എങ്ങനെയാണ് കിടക്കേണ്ടത് എന്നുള്ളതിൻ്റെ ആൻസറാണ്. കിബിലയിലേക്ക് തിരിഞ്ഞ് വലതുഭാഗത്തേക്ക് ചെരിഞ്ഞ് വലത് കവിളിന് താഴെ കൈവച്ച് കിടക്കുക. മനസ്സിലാക്കുക, പഠിക്കുക. അടുത്തത് എന്താണ്? ഉറക്കം കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തെല്ലാം? ഉറക്കം കൊണ്ടുള്ള നേട്ടങ്ങൾ എന്താണ്? നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തിയിരുന്നു അല്ലേ? ആരോഗ്യകരമായ ഉറക്കം ഉന്മേഷവും ഉണർവും പ്രദാനം ചെയ്യുന്നു. ആരോഗ്യകരമായ ഉറക്കം ഉന്മേഷവും ഉണർവും പ്രദാനം ചെയ്യുന്നു. അത് എഴുതുക. അടുത്തത് എന്താണ്? തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ സമയം എപ്പോൾ? അത് നമ്മൾ നേരത്തെ പാഠം വായിക്കുമ്പോൾ പറഞ്ഞിരുന്നു. നഖ്റവ നഫമൂല് ഇവിടെ ഉണ്ട്. തഹജ്ജുദ് ഇഷായിന് ശേഷം ഉറങ്ങി എഴുന്നേറ്റ് സുബഹിന് മുമ്പ് നിസ്കരിക്കുന്ന മഹത്തായ സുന്നത്ത് നിസ്കാരമാണ്. അപ്പോൾ അതിൻ്റെ സമയമാണ് ചോദിച്ചത്. ഇഷായിന് ശേഷം ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം സുബഹിന് മുമ്പായിട്ട് നിസ്കരിക്കുക. അതാണ് തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ സമയം. അടുത്ത ചോദ്യം, ഇഷായിന് ശേഷം ചെയ്യൽ കറാഹത്തുള്ള കാര്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഇഷായിന് ശേഷം ചെയ്യൽ കറാഹത്തുള്ളത്? അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്. എന്താണ്? മൊബൈൽ ഫോണ്, TV, അനാവശ്യ സംസാരം പോലുള്ള വിനോദങ്ങളിൽ മുഴുകി ഉറക്കമിളക്കരുത്. അത് ആരോഗ്യത്തെയും ബുദ്ധിയെയും മോശമായി ബാധിക്കും. മാത്രമല്ല കറാഹത്തുമാണെന്നുണ്ട്. അപ്പോൾ ഇഷായിന് ശേഷം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ മൊബൈൽ ഫോണ്, TV, അനാവശ്യ സംസാരങ്ങൾ പോലുള്ള വിനോദങ്ങളിൽ മുഴുകി ഉറക്കമിളക്കരുത്. അത്രയും ഭാഗം അതിൻ്റെ ആൻസറായിട്ട് എഴുതുക. അടുത്തത് എന്താണ്? നെക്തുബ്. എന്താണ്? മുസഹഫ് നോക്കി കണ്ടെത്തുക. മുസഹഫിൽ നോക്കിയിട്ട് കണ്ടെത്തണം. എന്തൊക്കെയാണ് കണ്ടെത്താനുള്ളത്? ആയത്തുൽ കുർസി
ആയത്തുൽ കുർസി മുസ്ഹഫിൽ എവിടെയാണെന്ന് കണ്ടെത്താനാണ്. അപ്പോൾ നമ്മൾ ഖുർആൻ എടുക്കുക. ഖുർആനിൽ ആദ്യം വരുന്നത് ഫാത്തിഹ സൂറത്താണ്. ഫാത്തിഹ സൂറത്ത് കഴിഞ്ഞാൽ അൽ ബക്കറ സൂറത്താണ്. അൽ ബക്കറ സൂറത്തിൽ 255 ആയത്ത്, 255 ആയത്തായിട്ട് വരുന്നതാണ് ആയത്തുൽ കുർസി. അപ്പം അത് മനസ്സിലാക്കുക, എന്നിട്ട് എഴുതുക. അൽ ബക്കറ സൂറത്തിലെ 255 ആയത്ത്. അങ്ങനെ നമുക്ക് എഴുതി കൊടുക്കാം. അടുത്തത് ആമന റസൂൽ. റസൂൽ എന്ന് പറയുന്നത് അൽ ബക്കറയിൽ നിന്ന് തന്നെയുള്ള 2 ആയത്തുകൾ വരുന്നുണ്ട് അവിടെ. അതേതൊക്കെയാണ്? അൽ ബക്കറയിലെ 285, 286 ഈ 2 ആയത്തുകളാണ്. 285ഉം 286 ഈ 2 ആയത്തുകളാണ് ആമന റസൂൽ. അപ്പോൾ സൂറത്തുൽ ബക്കറയിലെ 285, 286 ആയത്തുകൾ. അപ്പോൾ അത് എഴുതുക. ഇനി ഷഹിദല്ലാഹു എന്നാൽ ഖുറാനിലെ 3ാമത്തെ സൂറത്തായ ആലി ഇമ്രാനിലെ 18, 19 ആയത്തുകളാണ്. 2 ആയത്താണ് വരുന്നത്. ഷഹിദല്ലാഹുൽ 18ാമത്തെയും 19ാമത്തെയും ആയത്ത്. അപ്പോൾ സൂറത്തുൽ ആലി ഇമ്രാനിലെ 18, 19 ആയത്തുകൾ അത് എഴുതുക. പിന്നെ വജാലിന നൗമക്കും സുബാത്ത സൂറത്തുൻ നബയിലെ 9ാമത്തെ ആയത്ത്. സൂറത്തുൻ നബ 78ാമത്തെ സൂറത്താണ് സൂറത്തുൻ നബ. അതായത് അമ്മ യത്തസാഅലൂൻ 30ാമത്തെ ജുസ്, അതിലെ 9ാമത്തെ ആയത്താണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ഇനി അടുത്ത എന്താണ് വരുന്നത്? ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉള്ള ദിക്ർ. ഏതാണ് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉള്ള ദിക്ർ? ബിസ്മിക അല്ലാഹുമ്മ അഹിയ വാമൂത്തു. ഇവിടെ ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് തെറ്റില്ലാതെ അവിടെയൊക്കെ എഴുതുക. ബിസ്മിക അല്ലാഹുമ്മ അഹിയ വാമൂത്തു എന്ന ദിക്റാണ് കിടക്കുമ്പോൾ ചൊല്ലേണ്ടത്. അടുത്തത് ഉണരുമ്പോൾ ഉള്ള ദിക്ർ. ഉറക്കിൽ നിന്ന് ഉണരുമ്പോൾ നമ്മൾ രാവിലെ നീക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ ഏതാണ്? നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദ മാ അമാതന വഇലൈഹിൻ നുശൂർ. അപ്പോൾ അത് എഴുതുക. അടുത്ത വർക്ക് എന്താണ് വരുന്നത്? നഖ്റൗ വനുബദ്ദിലു മാ തഹ്തഹു ഹത്ത്. എന്താണ്? എന്താ പറഞ്ഞത് ഇവിടെ അണ്ടർലൈൻ ചെയ്ത ഒരു പേരുണ്ട്. അത് നമുക്ക് മാറ്റി എഴുതിയിട്ട് ഇത് പകർത്തി എഴുതാനാണ്. അപ്പോൾ നമുക്കിവിടെ ലബീബ എന്നുള്ളിടത്ത് ഫാത്തിമ എന്നോ ഖദീജ എന്നോ അങ്ങനെ എന്തെങ്കിലും പേര് നൽകാം. അപ്പോൾ എന്താണ്? തവല്ലാത്ത് ഖദീജത്ത്. എന്താണ്? നഖസത്തിൽ ഫിറാഷ വദക്കറത്ത് വലുത്തൊജാത്ത് ഖദീജ വനാമത്ത്. അപ്പം അത് അങ്ങനെ ആക്കിയിട്ട് എഴുതുക, മനസ്സിലാക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വരുന്നത്? ലബീബ ഉളു എടുത്ത് വിരിപ്പൊക്കെ കുടഞ്ഞ് വൃത്തിയായി വിരിച്ചു ദിക്റ് ചൊല്ലി ചെരിഞ്ഞു കിടന്ന് ലബീബ ഉറങ്ങി. അതാണ്. അപ്പോൾ നമ്മളത് പേര് മാറ്റി ഖദീജ എന്നാക്കി. ഖദീജ ഉളു ചെയ്ത് വിരിപ്പ് കുടഞ്ഞ് വൃത്തിയായി വിരിച്ചു ദിക്റ് ചൊല്ലി ചെരിഞ്ഞു കിടന്ന് ഖദീജ ഉറങ്ങി. അപ്പോൾ അത് എഴുതുമ്പോൾ മനസ്സിലാക്കി എഴുതുക. അപ്പോൾ എത്രയാണ് വജാലിന നൗമക്കും സുബാത്ത എന്ന പാഠത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കാനുള്ള കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കുക. എങ്ങനെയാണ് ഉറങ്ങാൻ കിടക്കേണ്ടത്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസാണ് വരാറുണ്ട്. ഇഷായിന് ശേഷം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, കറാഹത്തുള്ള കാര്യം, അതൊക്കെ മനസ്സിലാക്കുക. ദിക്റുകൾ നന്നായി മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.